ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളെ ഫംഗ്ഷൻ എന്താണെന്നും ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, എന്തിനാണ്, അവയുടെ ഉപയോഗം എന്താണ് എന്നൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫ്ലോട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. ഫ്ലോട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ലോങ് പി ഇൻറ്റ് എൻ ഫ്ലോട്ട് ആർ ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലോട്ട് ശരിക്കും അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലോട്ട് AMT ഈക്വൽ ടു P ഇൻറ്റു N ഇൻറ്റു R/100 റിട്ടേൺ AMT എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടില്ലേ. സി ഔട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 1003.2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, താഴെ സി ഔട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് കൊടുത്തു. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എവിടെയാണോ പുറത്തുള്ളത് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു ഫംഗ്ഷൻ എഴുതി അതിൻ്റെ ഉള്ള ആർഗ്യുമെൻറ്റ്സിന് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സിന് എഴുതി സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ എവിടെയാണോ ആ ഫംഗ്ഷൻ ഉള്ളത് അതവിടെ പോയി വർക്ക് ചെയ്ത് ഒരു വാല്യൂവിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ സി ഔട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 1003.2 എന്ന് എഴുതി കഴിഞ്ഞാൽ മുകളിൽ എഴുതിയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ വർക്ക് ചെയ്യും അല്ലേ. ഈ 1000 എന്ന് പറയുന്നത് P എന്ന് പറയുന്ന വാരിയബിളിനും 3 എന്ന് പറയുന്നത് Nനും 2 എന്ന് പറയുന്നത് Rനും കിട്ടും. എന്നിട്ട് ഉള്ളിൽ എമൗണ്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എമൗണ്ടിനെ റിട്ടേൺ കൊണ്ടുവരും, പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. എവിടെയാണോ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത് ആ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണോ അവിടെ പോയി അത് വർക്ക് ചെയ്ത് റിട്ടേൺ ഒരു വാല്യൂ തിരിച്ച് കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് these are the means to pass values from the calling function to the called function. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സി ഔട്ടിൽ കോൾ ചെയ്തു അല്ലേ. വെറുതെ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ പേരും പറഞ്ഞു അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും കൊടുത്ത് ജസ്റ്റ് സെമിക്കോളൻ ഇട്ടു. അതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുക. അപ്പോൾ ആ ഫംഗ്ഷൻ കോളിലുള്ള 1003.2 ഇതിനെ എങ്ങോട്ടേക്ക് കൊടുക്കും, മുകളിൽ എഴുതിയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൊടുക്കും. അപ്പോൾ P എന്ന് പറയുന്നത് 1000ഉം N എന്ന് പറയുന്നത് 3ഉം R എന്ന് പറയുന്നത് 2ഉം മേടിച്ചിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനായിരിക്കും, ഒരു ഫംഗ്ഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ വെറുതെ അത് വർക്ക് ചെയ്യില്ല. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, കോൾ ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ വാല്യൂസാണ് ഈ ഡെഫിനിഷനിലേക്ക് പോയിട്ട് അതവിടെ വർക്കാവുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് അവിടേക്ക് എന്ത് കൊടുക്കണം, വാല്യൂസ് കൊടുക്കണം. അപ്പോൾ ആ വാല്യൂസ് വെച്ചിട്ട് അതവിടെ വർക്ക് ചെയ്യും. അപ്പോൾ കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സിനെയാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആർഗ്യുമെൻറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഒന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റ്സും. വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് കോളിംഗ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിന് ഒരു പേര് പറയും, കോൾഡ് ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയും ഒരു പേര് പറയും. അത്രയേ ഉള്ളൂ ഈ ആക്ച്വൽ ഫോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിൽ നിന്നും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വാല്യൂസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ് നമുക്കുണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും. ഇനി എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്? നമ്മളുടെ മുന്നത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 1003.2 അല്ലേ, അതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുക. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഈ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിൽ എഴുതിയിട്ടുള്ള ഫ്ലോട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് PNR, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും,
The variables used in the function call are known as actual arguments. അല്ലേ? ഫങ്ഷൻ കോളിൽ യൂസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻസിനെയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പറയുക ഫങ്ഷൻ കോളിൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഈ 1032 ഇവരെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫങ്ഷൻ കോളിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്? ദ വാരിയബിൾസ് യൂസ്ഡ് ഇൻ ദി ഫങ്ഷൻ ഡെഫിനിഷൻ ആർ കോൾഡ് അല്ലെങ്കിൽ ആർ നോൺ ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫങ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആരൊക്കെയാണ്? പിയും എന്നും ആറും ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ. ഫങ്ഷൻ കോളിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നും കോൾഡ് ഫങ്ഷനിൽ, അതായത് ഫങ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും നമ്മൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ ആർഗ്യുമെൻറ്റ്സിൽ പറയാനായിട്ട്. ഇനി ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് NCR. ജസ്റ്റ് NCR വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ #include IOStream എഴുതി, യൂസിങ് നെയിംസ്പേസ് STD എഴുതി, ജസ്റ്റ് ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ് എഴുതി. അതെന്താ? ഫങ്ഷൻ പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഫങ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതിൻ്റെ ഡിക്ലറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ്. അപ്പോൾ ഫാക്ട് എന്ന് പറയുന്നൊരു ഫങ്ഷനും ഇൻറ്റ് റിട്ടേൺ ടൈപ്പായിട്ടുള്ളൊരു ഫങ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കിട്ടി. ഇനി നേരെ താഴെ മെയിൻ ഫങ്ഷനാണല്ലേ, അപ്പോൾ എക്സിക്യൂഷൻ തുടങ്ങും. മെയിൻ ഫങ്ഷനിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇൻറ്റ് n, r. 2 വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എന്നും ആറും. ഇനി ഇൻറ്റ് NCR എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു വാരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? എൻ്റർ ദ വാല്യൂസ് ഓഫ് n ആൻഡ് r. എന്നിനും ആറിനും വാല്യൂസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സീൻ വഴി നമ്മൾ എന്നും ആറും അതിലേക്ക് വാല്യൂസിനെ കൊടുത്തു. ഇനി NCR കാൽക്കുലേറ്റ് ചെയ്യണം. NCR ഈക്വൽ ടു ഫാക്ട് ഓഫ് n ഡിവൈഡഡ് ബൈ ഫാക്ട് ഓഫ് r ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് r. 3 പ്രാവശ്യം ഒരേ ഫങ്ഷനെ തന്നെ വിളിച്ചിരിക്കുകയാണ്. ഫാക്ട് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മെയിൻ ഫങ്ഷൻ ക്ലോസ് ചെയ്തതിന് താഴെ ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോയി അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വാല്യൂ കൊണ്ടുവരും. ഡിവൈഡഡ് ബൈ ഫാക്ട് ഓഫ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഫാക്ട് പറയുന്ന ഫങ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആറിനെ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ വർക്ക് ചെയ്ത് റിട്ടേൺ ഒരു വാല്യൂ കൊണ്ടുവരും. ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് r. അപ്പോൾ അവിടെയും വീണ്ടും ഫാക്ട് എന്ന് പറയുന്ന ഫങ്ഷനെ വിളിച്ചു. അപ്പോൾ n മൈനസ് r എന്ന് പറയുന്ന വാല്യൂ എത്രയാണോ അതിനെയും കൊണ്ട് ഫാക്ട് എന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് പോയി ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് NCRൽ ഒരു വാല്യൂ സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് COUട്ടിൽ NCR ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് NCR അവിടെ ഡിസ്പ്ലേ ചെയ്യാണ്. റിട്ടേൺ 0 പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫങ്ഷൻ അല്ലേ? നമ്മളുടെ ഫാക്ട് എന്ന് പറയുന്ന ഫങ്ഷൻ ഇനി നമുക്ക് പറയേണ്ട കാര്യമില്ല, അത് ഓൾറെഡി എക്സിക്യൂട്ടഡ് ആയി കഴിഞ്ഞു മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ തന്നെ. ഫാക്ട് n എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കോൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫാക്ട് r എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോൾ ചെയ്തു, പിന്നെ ഫാക്ട് ഓഫ് n മൈനസ് r എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോൾ ചെയ്തു. 3 പ്രാവശ്യം കോൾ ചെയ്ത് ആ ഫങ്ഷൻ അവിടെ എക്സിക്യൂട്ടഡ് ആയി 3 പ്രാവശ്യം. അപ്പോൾ താഴെ അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. എൻ്റർ ദ വാല്യൂസ് ഓഫ് n ആൻഡ് r. 5ഉം 2ഉം എൻ്റർ ചെയ്തു. 5C2 എത്രയാണ് അവിടെ? 10 ആണ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലോങ് ടൈം സെക്ക്, അതായത് ടൈം സെക്ക് എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ടൈം സെക്ക് അതിൻ്റെ ഉള്ള ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റ് h ഉണ്ട്, ഇൻറ്റ് m ഈക്വൽ ടു 0 എന്നുണ്ട്, ഇൻറ്റ് s ഈക്വൽ ടു 0 എന്നുണ്ട് അല്ലേ? നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഇനീഷ്യലൈസേഷൻ ഈക്വൽ ടു 0 എന്നൊക്കെ കൊടുക്കണത് ആദ്യമായിട്ടാണ് കാണുന്നത് ഫങ്ഷൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇൻറ്റ് h ഉണ്ട്, ഇൻറ്റ് m അത് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടുണ്ട്, ഇൻറ്റ് s അതും ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ടൈം സെക്കൻഡ് കണ്ടുപിടിക്കണതാണ്. ലോങ് സെക്ക് ഈക്വൽ ടു h ഇൻറ്റു 3600 പ്ലസ് m ഇൻറ്റു 60 പ്ലസ് s. അവിടെ സെക്കൻഡ്സ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് റിട്ടേൺ സെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട് താഴെ. എന്തൊക്കെയാണ്? 3 പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്. S1 എന്ന് പറയുന്ന വേരിയബിൾ S1 ഈക്വൽ ടു ടൈം സെക്ക് ഓഫ് 2, 10, 40. ടൈം സെക്കിനെ കോൾ ചെയ്തു. പാസ് ചെയ്ത വാല്യൂസ് ഏതൊക്കെയാണ്? 2, 10, 40. അപ്പോൾ ഈ 2, 10, 40 അങ്ങോട്ട് പോകും മുകളിൽ എഴുതിയിട്ടുള്ള
ടൈം സെറ്റിലേക്ക് പോവും. അവിടെ എച്ചിന് 2ഉം എമ്മിന് 10ഉം എസ്സിന് 40യും കിട്ടി. അവിടെ ടൈം അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് S1 കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, S2 = ടൈം സെക്ക് ഓഫ് 1,30. ശരിക്കും ടൈം സെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷന് 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ 3 ആർഗ്യുമെൻ്റ് ഉണ്ടായിരിക്കെ നമ്മൾ വെറുതെ 2 ആർഗ്യുമെൻറ്റോ അതുപോലെ 1 ആർഗ്യുമെൻറ്റോ അതോ എംപ്റ്റി ആർഗ്യുമെൻ്റോ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എറർ വരും. പക്ഷേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ടൈം സെക്ക് 1,30 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 എച്ചിന് കിട്ടും, 30 എമ്മിന് കിട്ടും. S=0 എന്നവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ വന്നേനെ. പക്ഷേ S=0 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എസ് അവിടെ ഡീഫോൾട്ടായിട്ട് 0 തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എററൊന്നും വരില്ല. അപ്പോൾ ആ വാല്യൂസ് വെച്ചിട്ട് അവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ടൈം എത്രയാണോ ആ സെക്കൻഡ്സ് S2 വന്ന് സ്റ്റോർ ചെയ്യും. ഇനി S3 = ടൈം സെക്ക് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു വാരിയബിളേ കൊടുത്തിട്ടുള്ളൂ, ഒരു ആർഗ്യുമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. ആ 3 ആർക്ക് കിട്ടും? എച്ചിന് കിട്ടും അല്ലേ? അത് എച്ചിന് കിട്ടി. എമ്മും എസ്സും അവിടെ 0 ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എമ്മും എസ്സും അവിടെ 0 ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എറർ വരും, ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതുമ്പോൾ അതിലുള്ള ആർഗ്യുമെൻറ്റ്സിന് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. = എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഇൻ കേസ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ആർഗ്യുമെൻറ്റ്സിന് പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മളവിടെ എഴുതി വെച്ച വാല്യൂ ആയിരിക്കും എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഇതാണ്: ദ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് വിച്ച് അലോ ദ പ്രോഗ്രാമർ ടു കോൾ എ ഫംഗ്ഷൻ വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അല്ലേ? അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഇനീഷ്യലൈസേഷനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രോഗ്രാമറിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യാം. 1, 2, 3, 4 അങ്ങനെ എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മീൻസ് എത്രയാണോ ആർഗ്യുമെൻറ്റ്സ് ഉള്ളത് അത്രയോ അതിൽ കുറവോ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താലാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ അവിടെ വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ 2 മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷനിൽ 2 ടൈപ്പ് മെത്തേഡുകളുണ്ട്. ഒന്ന് കോൾ ബൈ വാല്യൂ അഥവാ പാസ് ബൈ വാല്യൂ മെത്തേഡ്. ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡും 2 കോൾ ബൈ റെഫറൻസ് അഥവാ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഏതൊക്കെ മെത്തേഡുള്ളത്? ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡും 2 കോൾ ബൈ റെഫറൻസ് മെത്തേഡും. അപ്പോൾ ഈ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും എക്സാമ്പിളോട് കൂടിയിട്ട് നമ്മളോട് എഴുതാൻ പറയും. വിത്ത് എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ഇവിടെ വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് n. ഈ ഒരു എക്സാമ്പിൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ n = n+1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ n-നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? മെയിൻ ഫംഗ്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യും. അതിലാദ്യം തന്നെ ഇൻറ്റ് x = 20 എന്ന് എഴുതിയിട്ടുണ്ട്. x = 20 ആണ്. എന്നിട്ട് ചേഞ്ച് ഓഫ് x വിളിച്ചു. ചേഞ്ച് ഓഫ് x വിളിച്ചാൽ എന്താ ചെയ്യുക? ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? എക്സിനെ ആ ചേഞ്ചിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഓഫ് x എന്ന് പറഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകും? വോയിഡ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഫംഗ്ഷനിലേക്ക് പോകും. അപ്പോൾ അവിടേക്ക് എക്സിനെയും കൊണ്ടുപോകും അല്ലേ? ആ എക്സിനെ ആര് മേടിക്കും? അവിടെ n മേടിക്കും. എന്നിട്ട് ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഇൻറ്റ് n എന്ന് പറഞ്ഞാൽ 20 എക്സിനെ അവിടെ മേടിച്ചു, 20നെ അവിടെ മേടിച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്തിട്ടുള്ളത്? n = n+1. n-ൻ്റെ വാല്യൂ അവിടെ ചേഞ്ച് ചെയ്തു അല്ലേ? n ശരിക്കും x ആണ്, അതായത് 20 ആയിട്ടാണ് നിൽക്കുന്നത്. അത് എന്നിട്ട് മാറ്റി n+1 ആക്കി.
അപ്പോൾ എൻ്റെ വാല്യൂ എന്തായി 21 ആയി അല്ലേ. സി ഔട്ടിൽ n=2 എന്ന് പറഞ്ഞിട്ട് അതും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. n=2 എത്ര വരും? 21 വരും. തിരിച്ച് ചേഞ്ച് വിളിച്ചോടത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ താഴെ എന്താ ചെയ്തിട്ടുള്ളത്? സി ഔട്ടിൽ x=2 എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 20 തന്നെയല്ലേ? 20 വന്നു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് താഴെ തന്നിട്ടുണ്ട്, നോക്കിയേ. n=21 x=21. ഇവിടെ എന്താ ഉണ്ടായത്? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ വിളിച്ചു. ആ ഫംഗ്ഷനിലേക്ക് എക്സിനെ പാസ് ചെയ്ത് കൊടുത്തു. എക്സിനെ പാസ് ചെയ്ത് ഫംഗ്ഷൻ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോയപ്പോൾ ആ എക്സിനെ മേടിച്ച ആൾ അവിടെ മാറി. 20 എന്നുള്ളത് 21 ആയിട്ട് മാറി. തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വന്നപ്പോൾ എക്സ് 20 തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അവിടെ മാറി, അവിടെ 21 ആയി. പക്ഷേ ഇവിടെ എന്തായില്ല? 21 ആയില്ല, 20 ആയിട്ടാണ് നിൽക്കണേ. ഇത് ഞാൻ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മെയിൻ ഫംഗ്ഷനിൽ ഉള്ള ആർഗ്യുമെൻ്റാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അതായത് കോൾ ചെയ്യുന്ന സമയത്തുള്ള ആർഗ്യുമെൻ്റാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ്സിനെ കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പീനെയാണ് ശരിക്ക് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പാസ് ചെയ്യണത്. ഇവിടെ എക്സിനെ എന്നിലേക്ക് കൊടുത്തില്ലേ? അപ്പം എക്സിനെ കൊടുക്കുമ്പോൾ എക്സിൻ്റെ ഒരു കോപ്പീനെയാണ് എന്നിലേക്ക് കൊടുക്കണത്. അപ്പം എന്നിൽ അവിടെ ചേഞ്ച് വന്നു അല്ലേ. ആ ചേഞ്ച് ആരെ ബാധിക്കില്ല? എക്സിനെ ബാധിക്കില്ല. കാരണം എക്സിൻ്റെ ഒരു കോപ്പീനെയല്ലേ വിട്ടത്. എക്സിൻ്റെ ഒറിജിനൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയാം. അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പീനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇനി കോൾ ബൈ റെഫറൻസ് നോക്കുക. കോൾ ബൈ റെഫറൻസിൽ ഇതേപോലെ തന്നെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് ആംപ്രസൻറ്റ് n എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ആംപ്രസൻറ്റ് വെറുതെ n എഴുതാണ്ട് ആംപ്രസൻറ്റ് n എന്ന് എഴുതിയത് എന്താ? ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട് അല്ലേ. ദ പാരാമീറ്റർ n ഈസ് എ റെഫറൻസ് വാരിയബിൾ ആൻഡ് ഹെൻസ് ദർ ഈസ് നോ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ ഇറ്റ് അല്ലേ. n എന്ന് പറയുന്നത് ശരിക്കും ഒരു വാല്യൂവിന് വേണ്ടിയിട്ടല്ല, മെമ്മറി ലൊക്കേഷനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യണത്. ഒരു മെമ്മറി ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഇനി ബാക്കിയൊക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം തന്നെ. n=n+1 സി ഔട്ടിൽ n പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ. മെയിൻ ഫംഗ്ഷനിൽ എന്താണത്? ഇൻറ്റ് x=20. എക്സ് 20 ആയിട്ട് നിൽക്കുന്നുണ്ട്. ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്തു അല്ലേ. അപ്പോൾ എക്സിനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്തു. ആംപ്രസൻറ്റ് n ആണ് എക്സിനെ വിളിക്കണത്, എക്സിനെ മേടിക്കണത്. അപ്പോൾ ആംപ്രസൻറ്റ് n എക്സിനെ മേടിച്ചു. n=n+1 എന്ന് പറഞ്ഞു. അപ്പോൾ n എത്രയായി? 21 ആയി. എന്നിട്ട് n=2 എന്ന് പറഞ്ഞിട്ട് 21നെ പ്രിൻറ്റ് ചെയ്തു. തിരിച്ച് മെയിൻ ഫംഗ്ഷനിലുള്ള കോൾ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് x=2 എന്ന് പറഞ്ഞിട്ട് എക്സിനെയും പ്രിൻറ്റ് ചെയ്തു. താഴെ നോക്കിയ ഔട്ട്പുട്ട് n=21 x=21 ആണ്. എന്ത് സംഭവിച്ചത് ഇവിടെ? എക്സിനെ നമ്മൾ പാസ് ചെയ്തു, എന്നിന് അവിടെ മാറ്റം വന്നു. തിരിച്ചു വന്നപ്പോൾ എക്സിനും അവിടെ മാറ്റം വന്നു. അതേ മാറ്റം തന്നെ വന്നു. ഇതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ എന്നാണ് അർത്ഥം, മെമ്മറി എന്നാണ് അർത്ഥം. അപ്പോൾ കോൾ ബൈ റെഫറൻസിൽ എന്താ ഉണ്ടായത്? കോൾ ചെയ്ത ഫംഗ്ഷനിലുള്ള ആർഗ്യുമെൻറ്റ് ഫംഗ്ഷനിലേക്ക് കൊടുത്തപ്പോൾ അവിടെ മാറ്റം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെയും മാറ്റം വന്നു അല്ലേ. കോൾ ചെയ്തോടത്തും മാറ്റം വന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ, ഈ ഒരു മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ മെമ്മറി അഡ്രസ്സ് അഥവാ റെഫറൻസിനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കും. മെമ്മറി അടക്കമല്ലേ അങ്ങോട്ട് കൊടുക്കണേ. അപ്പോൾ ആ മെമ്മറിയിൽ മറ്റാൾ വരുത്തുന്ന ചേഞ്ചസ് ഈ എക്സിനും ബാധിക്കും. അതാണ് n അവിടെ ചേഞ്ച് ആയപ്പോൾ എക്സ് ഇവിടെ ചേഞ്ച് ചെയ്ത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്താ? അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇൻ ദിസ് മെത്തേഡ് എ കോപ്പി ഓഫ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ്ഡ് ടു ദി ഫംഗ്ഷൻ. ഒരു ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പീനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഹെൻസ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഈസ് മോഡിഫൈഡ് വിത്തിൻ ദ ഫംഗ്ഷൻ. ദ ചേഞ്ച് വിൽ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ് അറ്റ് ദി കോളിംഗ് പ്ലേസ്. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല.
അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇൻ ദിസ് മെത്തേഡ് ദ റെഫറൻസ് ഓഫ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ്ഡ് ടു ദി ഫംഗ്ഷൻ. അല്ലേ, ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു റെഫറൻസിനെയാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് the formal argument is modified within the function. The change will be reflected in the actual argument at the calling place. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അത് ബാധിച്ചിരിക്കും. ഇതാണ് കോൾ ബൈ റെഫറൻസിൻ്റെയും അതുപോലെ തന്നെ കോൾ ബൈ വാല്യൂ മെത്തേഡിൻ്റെയും ഡെഫിനിഷൻ. വിത്ത് എക്സാമ്പിൾ അടക്കം നോക്കുക. ഇവിടെ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ബോക്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താ നോക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ എന്താ പറയുന്നത്, ഓർഡിനറി വാല്യൂബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമുല പാരാമീറ്റേഴ്സ്. സാധാരണ വാല്യൂബിൾസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വാല്യൂബിൾസ് ഓർ എക്സ്പ്രഷൻസ്. അല്ലേ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻസ് ആവാം, വാല്യൂബിൾസ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻസും ആവാം. പിന്നെ പറയുന്നത് എന്താ, ദ ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ ബാധിക്കുന്നില്ല. പിന്നെ എക്സ്ക്ലൂസീവ് മെമ്മറി ഈസ് റിക്വയർഡ് ഫോർ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് വേറൊരു മെമ്മറി തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. ഇനി കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, റെഫറൻസ് വേരിയബിൾസിനെയാണ്. അതായത് മെമ്മറി ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വാരിയബിൾസ് ഓൺലി. ആക്ച്വൽ പാരാമീറ്റേഴ്സ് വാരിയബിൾസ് മാത്രമേ ആവുള്ളൂ. പിന്നെ പറയുന്നത് ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെയും ബാധിക്കും. ഇനി എന്താ പറയുന്നത്, മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആ റിഫ്ലക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, കാരണം ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെയും ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെയും മെമ്മറി അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിഫ്ലക്ഷൻ വരാനായിട്ടുള്ള കാരണം.